നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പിറകെ കേന്ദ്ര അന്വേഷണ സംഘം. കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം വിദേശത്തെത്തിയ പിണറായിയുടെ പിറകെ എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ രഹസ്യയാത്രയിൽ കേന്ദ്ര സർക്കാരിനും അതൃപ്തി. 3 രാജ്യങ്ങളിൽ വിദേശ പര്യടനത്തിന് പുറപ്പെട്ട മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പിന്തുടർന്ന് കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണങ്ങൾ നടത്തുന്നതായി വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. സ്വകാര്യ യാത്ര എന്ന രീതിയിൽ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്രയ്ക്ക് പുറപ്പെട്ടതെങ്കിലും മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കാതെ വിദേശയാത്ര നടത്തി എന്ന പരാതികൾ ഉയർന്നതിനിടയിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്റലിജൻസ് ബ്യൂറോ പിണറായി സംഘത്തിന് പിറകെ കൂടിയിരിക്കുന്നു എന്നാണ് പുതിയ വാർത്ത. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമല, മകൾ വീണയുടെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എന്നിവരാണ് 16 ദിവസം നീളുന്ന വിദേശ പര്യടനത്തിന് പോയിരിക്കുന്നത്. സാധാരണഗതിയിൽ സ്വകാര്യ വിദേശയാത്രയ്ക്ക് പോയാൽ പോലും മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ ഗവർണർക്ക് കൈമാറാറുള്ളതാണ്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ പോലും മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും വിദേശയാത്ര അറിയുന്നത് പത്രങ്ങളിലൂടെയും മറ്റുമാണ്. ഇതിലുള്ള പരിഭവം മന്ത്രിമാർക്കുമുണ്ട്. പല വിധത്തിലുള്ള ആരോപണങ്ങളും അതിന്മേലുള്ള കേസുകളും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്രയ്ക്ക് പോയത് എന്തിന് എന്ന് പ്രതിപക്ഷവും ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയും മറ്റ് BJP നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേന്ദ്രം മൃദു സമീപനം പാടില്ല എന്നും കർശനമായ നടപടികളും പരാതികൾ ഉണ്ടായാൽ അതിന്മേൽ അന്വേഷണവും നടത്തണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്റലിജൻസ് ബ്യൂറോ വഴി പിണറായി സംഘത്തിന്റെ യാത്രയിലെ വിവരങ്ങൾ രഹസ്യമായി ശേഖരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഇന്തോനേഷ്യ, UAE, സിംഗപ്പൂർ എന്നീ 3 രാജ്യങ്ങളിൽ 16 ദിവസത്തെ സന്ദർശനത്തിനാണ് മുഖ്യമന്ത്രിയും കുടുംബവും കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടത്. യാത്ര പോയ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും എവിടെയൊക്കെയാണ് എത്തുന്നത്, ആരൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെ പരിപാടികളിലാണ് പങ്കെടുക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അത് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതിനും ഉള്ള നിർദ്ദേശമാണ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് നൽകിയിരിക്കുന്നത്. 12-ാം തീയതി വരെ ഇന്തോനേഷ്യ, 18 വരെ സിംഗപ്പൂർ, 19 മുതൽ UAE എന്നിങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് 2023 ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രി അമേരിക്ക, ക്യൂബ എന്നീ രാജ്യങ്ങളിൽ വിദേശ പര്യടനം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയും കുടുംബവും സ്വകാര്യ വിദേശയാത്രയാണ് നടത്തുന്നതെങ്കിലും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാവിധത്തിലുള്ള നയതന്ത്ര പരിരക്ഷയും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യവും രഹസ്യ അന്വേഷണത്തിന് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലും കേന്ദ്ര സർക്കാരിനുണ്ട്. കേരളം അടുത്തൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള കടുത്ത വേനലിനും നേരിടുകയും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അടക്കം രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന അവസരത്തിൽ മുഖ്യമന്ത്രിയും കുടുംബസമേതം ടൂർ പോയതിൽ വ്യാപകമായ പരാതിയുണ്ട്. ഇതിനു പുറമെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ശക്തമായ അവസരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വിട്ടുനിൽക്കുകയും വിദേശയാത്ര നടത്തുകയും ചെയ്തത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. സമീപകാലത്തായി BJPക്കും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായത് കേന്ദ്ര സർക്കാരിനെ ക്ഷോഭിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് കേന്ദ്ര സർക്കാരിനും BJPയും കാണിച്ചിരുന്ന അയഞ്ഞ നിലപാടുകൾ മാറ്റുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഭാഗമായി ആയിരിക്കണം കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വഴി പിണറായി കുടുംബത്തിൻ്റെ യാത്രാ വിവരങ്ങൾ ശേഖരിക്കാനും നിയമവിരുദ്ധമായും തെറ്റായും എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പിണറായിക്കെതിരെ നടപടിയെടുക്കാനുള്ള വഴി ഒരുക്കലും എന്ന് വേണം സംശയിക്കാൻ. നന്ദി.